നമസ്കാരം. ബ്രിട്ടൻ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്കെന്ന റിപ്പോർട്ടുകൾ. 2 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള പ്രകൃതിവാതക ശേഖരം മാത്രമാണ് ബ്രിട്ടന്റെ കൈവശമുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തിലെ തന്നെ പ്രകൃതിവാതകത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ് മധ്യപൂർവേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഉൽപ്പാദനം നിർത്തിവയ്ക്കുകയും സുപ്രധാനമായ കപ്പൽ പാത ഇറാൻ അടയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബ്രിട്ടനിൽ കടുത്ത ആശങ്കയാണ് ഉയരുന്നത്. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ബ്രിട്ടന്റെ കൈവശം 6700 GWH പ്രകൃതിവാതകം മാത്രമാണുള്ളത്. കഷ്ടിച്ച 1.5 ദിവസത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതിന് കഴിയുകയുള്ളൂ. തുല്യ അളവിലുള്ള ദ്രവീകൃത പ്രകൃതിവാതകവും സ്റ്റോക്കിലുണ്ട്. അതേസമയം കൂടുതൽ മെച്ചപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തിയ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്ക് ഇനിയും ഏതാനും ആഴ്ചകൾക്ക് കൂടി ആവശ്യം വരുന്ന പ്രകൃതിവാതകം സ്റ്റോക്കുണ്ട്. ബ്രിട്ടന്റെ ഈ സാഹചര്യം മുതലെടുത്ത് വ്യാപാരികൾ പ്രകൃതിവാതകത്തിന് ഇപ്പോൾ പ്രീമിയം വിലയാണ് ഈടാക്കുന്നത്. യൂറോപ്യൻ വിപണിയുമായി മത്സരിച്ച് സ്റ്റോക്ക് വരുത്താൻ കൂടുതൽ തുക ചെലവഴിക്കേണ്ടതായും വരും എന്നതിനാലാണിത്. നിലവിൽ ബ്രിട്ടനാണ് യൂറോപ്പിൽ ഗ്യാസിന് ഏറ്റവും അധികം മൊത്തവില നൽകുന്നത്. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ചിലയിടങ്ങളിലെ ഉൽപ്പാദനം നിർത്തിവെച്ചതും ഹോർമൂസ് കടലിടുക്ക് അടച്ചതുമാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപ്പാദന മേഖലയായ റാസ് ലഫാനിൽ ഉൽപ്പാദനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതിനായി കഴിഞ്ഞയാഴ്ച തുടക്കത്തിൽ തന്നെ ഖത്തർ അറിയിച്ചിരുന്നു. പ്രദേശത്ത് ഇറാന്റെ ബോംബാക്രമണം ഉണ്ടായതിനെ തുടർന്നാണിത്. അധികം വൈകാതെ തന്നെ വില ബാരലിന് $100 വരെ ഉയരുമെന്നാണ് ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നത്. യുദ്ധം ഇനിയും നീളുകയാണെങ്കിൽ വില $150 സാധ്യതയുണ്ടെന്നും അവർ പറയുന്നു. അതേസമയം സംഘർഷഭരിതമായ മധ്യപൂർവേഷ്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്കായി കൂടുതൽ സൗകര്യമൊരുക്കുകയാണ് ബ്രിട്ടൻ. ദുബായിൽ നിന്നുള്ള ചാർട്ടർ വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് ഒരു ബുക്കിംഗ് പോർട്ടലും ആരംഭിച്ചു. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ദുബായിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാരാണ് കുടുങ്ങിയിട്ടുള്ളത്. അവശരായവർക്കും പ്രായമായവർക്കും ചാർട്ടർ വിമാനങ്ങളിലെ ബുക്കിംഗിൽ മുൻഗണന നൽകും. ഈ മേഖലയിൽ സാന്നിധ്യം രേഖപ്പെടുത്തിയവരുമായി ബന്ധപ്പെടുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞയാഴ്ച തന്നെ ഈ മേഖലയിൽ നിന്നും വിമാന സർവീസുകൾ സർക്കാർ ആരംഭിച്ചിരുന്നു. മസ്കറ്റിൽ നിന്നും ഒമാനിൽ നിന്നുമുള്ള 2 വിമാനങ്ങൾ ഇതിനോടകം തന്നെ ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ട്. ദുബായിൽ നിന്നുള്ള വിമാനം ഈ ആഴ്ച ആദ്യം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. തകർത്തിട്ട് ഇറാനിയൻ ഡ്രോണിന്റെ അവശിഷ്ടം കാറിന് മേൽ പതിച്ച് ദുബായിൽ ശനിയാഴ്ച ഒരാൾ മരണമടഞ്ഞിരുന്നു. ഇറാനിലെ യുദ്ധത്തെ തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള അസാധാരണമായ അടുത്ത ബന്ധത്തിൽ വീണ വിള്ളൽ മാറ്റുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഡൊണാൾഡ് ട്രംപും സഖീർ സ്റ്റാമറും സംസാരിച്ചു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായി ഇന്നലെ ഉച്ചയോടെയാണ് ഇരു നേതാക്കളും തമ്മിൽ സംസാരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ ചേരുന്നതിൽ വിസമ്മതം പ്രകടിപ്പിച്ച ബ്രിട്ടന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ സന്ധി സംഭാഷണങ്ങൾ. ഇസ്രായേലുമായി ചേർന്ന് ഇറാൻ ആക്രമിക്കുന്ന അമേരിക്കയ്ക്ക് പ്രതിരോധ കാര്യങ്ങൾ മാത്രം സഹായിക്കുമെന്ന സ്റ്റാമറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉയർത്തി ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഒരിക്കൽ അടുത്ത സുഹൃത്തായിരുന്നവരുടെ പിന്തുണയില്ല എന്ന് ട്രൂത്ത് പ്ലാറ്റ്ഫോമിൽ കുറിച്ച ട്രംപ് വിജയിച്ച യുദ്ധത്തിൽ പങ്കെടുത്ത അവകാശവാദം ഉന്നയിക്കാനുള്ള ശ്രമത്തിലാണ് സ്റ്റാർമർ എന്നും ആരോപിച്ചിരുന്നു. അതിനെതിരെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യുവേറ്റ് കൂപ്പർ രംഗത്തെത്തിയിരുന്നു. സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള നയതന്ത്രം തങ്ങളുടെ രീതിയല്ല എന്നായിരുന്നു അവർ കുറിച്ചത്. മാത്രമല്ല, വിദേശ നയം രൂപീകരിക്കാൻ പുറം കരാർ നൽകുന്ന പതിവ് ബ്രിട്ടനില്ല എന്നും അവർ പറഞ്ഞിരുന്നു. എന്തായാലും ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ, ഹോർമൂസ് കടലിടുക്ക് അടച്ച സാഹചര്യമൊക്കെ വലിയ ഊർജ്ജ പ്രതിസന്ധിക്കാണ് വഴിവെച്ചിരിക്കുന്നത്.